ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 ബാച്ചുകാർക്ക് ഒരു അടിപൊളി കിടിലൻ സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് സാധനം എന്നുള്ള കാര്യം റിവീൽ ചെയ്യുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞുതരാം, എന്തിനാണ് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ പഠനത്തിൻ്റെ ഒരു രീതിയും ഒരു സ്ഥിതിയും എന്താണെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. അത് ഇങ്ങനെയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് സാർ സ്കൂളിലൊക്കെ ചാപ്റ്റർ എടുക്കുന്നുണ്ട്, ഫിസിക്സും ഈ കെമിസ്ട്രി മാത്സും ബയോളജിയൊക്കെ ഇങ്ങനെ ചാപ്റ്റർ എടുത്ത് പോകുന്നുണ്ട്. ഞാൻ എക്സാമിനറിന് അഗ്നി ബാച്ചിൽ ജോയിനും ചെയ്തു. ഒന്നെങ്കിൽ നിങ്ങൾ ഇതിന് എത്രയോ മുൻപ് സ്റ്റാർട്ടിങ് മുതൽ ജോയിൻ ചെയ്ത കുട്ടിയാവാം, ഇടയെ ജോയിൻ ചെയ്ത കുട്ടിയാവാം. ഇനിയിപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, പുതിയ ടൈം ടേബിളൊക്കെ വെച്ചിട്ട് ആ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിയാവാം. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ എടുക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അല്ല അതൊന്നും എനിക്ക് കിട്ടുന്നില്ല. അഗ്നി ബാച്ചിൽ വന്ന് നോക്കുമ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് ആണ്. ഓക്കെ, പക്ഷേ പോട്ടെ, റെക്കോർഡ് ക്ലാസ് ആണ്, പക്ഷേ അടിപൊളി ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് കാണാം. പക്ഷെ കാണാൻ വേണ്ടി ഒന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഈ റൊട്ടേഷനും ഈ വർക്ക് എനർജി പവറൊക്കെ അലക്സാറ് 27-30 വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പം കാര്യം ഇത് വീഡിയോസൊക്കെ അടിപൊളിയാണ്, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടു തീർക്കാനുള്ള സമയം എനിക്കില്ല. വൈകുന്നേരം എല്ലാ ദിവസവും ഇത്രയും സമയം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഈ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷനും കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി സൊല്യൂഷൻ ഞാൻ തരാൻ പോവാണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. ഒറ്റ പൈസ പോലും നിങ്ങൾക്ക് മുടക്കാതെ നിങ്ങൾക്കൊരു അടിപൊളി സൊല്യൂഷൻ തരാൻ പോവാണ്. ആ സൊല്യൂഷനാണ്, ആ സമ്മാനമാണ് നമ്മുടെ +1 ഫാസ്റ്റ് ട്രാക്ക് സീരീസ്. അപ്പം നമ്മുടെ ബാക്ക്ലോഗ് സീരീസിനെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. ബാക്ക്ലോഗ് സീരീസ് ഗംഭീര സക്സസ് ആയിരുന്നു. ഓൾറെഡി തീർക്കേണ്ടിയിരുന്ന ചാപ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഫിസിക്സിലാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഒഴിവാക്കിയാൽ മോഷൻ, സ്ട്രേറ്റ് ലൈൻ, മോഷൻ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ എന്നീ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ലൈവ് സെഷനൊക്കെ വെച്ചിട്ട് രാത്രി എല്ലാ ദിവസവും ലൈവ് വെച്ചിട്ട് കിടിലനായിട്ട് നമ്മൾ എടുത്ത് തീർത്തു. ഗംഭീര റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. നീ ബേസിക്കലി ഞങ്ങൾ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ്, നിങ്ങളത് തീർച്ചയായിട്ടും മാക്സിമം യൂസ് ചെയ്യുന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബാക്ക്ലോഗ് സീരീസ് അല്ല, ഫാസ്റ്റ് ട്രാക്ക് സീരീസ്. അപ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിൻ്റെ കോൺസെപ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, അതിന് പറയുന്നതിന് മുമ്പ് ഇത് നമ്മുടെ +1 അഗ്നി ബാച്ചിൽ നിങ്ങൾ എന്നാണോ ജോയിൻ ചെയ്ത വിഷയമുള്ള കാര്യമില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്താലും നിങ്ങളൊരു ഒറ്റ പൈസ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ഇപ്പോൾ ബാച്ചിൻ്റെ ഫീസ് വീണ്ടും കുറച്ചിട്ടുണ്ടായിരുന്നു. 5,000 എന്ന് പറഞ്ഞ ഫീസിലേക്ക് ഇപ്പോൾ കുറച്ച് 3,999 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീസിൽ 3,999 എന്ന് പറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, റിവിഷൻ ബാച്ച് കിട്ടും, ഓൺഗോയിങ് റെക്കോർഡ് ക്ലാസ് കിട്ടും, ഓൺഗോയിങ് ലൈവ് ക്ലാസ് കിട്ടും, പ്ലസ് ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസും കൂടെ കിട്ടും. ഇനി ഫാസ്റ്റ് ട്രാക്ക് സീരീസിൻ്റെ കോൺസെപ്റ്റ് ആദ്യം പറഞ്ഞുതരാം, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസിൽ കിടക്കാം. അതായത് നമ്മുടെ ഒരു ടൈം ടേബിൾ പ്രകാരം റെക്കോർഡ് ക്ലാസ് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഇപ്പം റെക്കോർഡ് ക്ലാസ്സിൻ്റെ ടൈം ടേബിളിൽ ഇപ്പോൾ റൊട്ടേഷൻ കഴിഞ്ഞു, ഗ്രാവിറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫിസിക്സിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എല്ലാത്തിലും അതേപോലെ തന്നെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് റെക്കോർഡറാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ. രണ്ടാമത്തെ പ്രശ്നം എന്താണ്, കുറേ വീഡിയോസൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബാച്ച് യൂസ്ഫുൾ ആവാതെ വരും. ബാച്ച് അടിപൊളിയായിരിക്കും, പക്ഷേ ബാച്ച് യൂസ്ഫുൾ ആവാതെ വരും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. നിങ്ങൾ ഫീസ് അടച്ചുകൊണ്ടും നമ്മൾ ഫീസ് വാങ്ങിച്ചുകൊണ്ടും ഞങ്ങൾക്ക് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റെക്കോർഡ് ക്ലാസ്സും ടൈം ടേബിളൊക്കെ പാരലൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ക്ലാസ് കാണുക വേണ്ട. പക്ഷേ ഇത് ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് പാരലലി ഈ ചാപ്റ്റേഴ്സ് തന്നെ, അതായത് ഓൺഗോയിങ് ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ലൈവായിട്ട് ഒരു സീരീസ് റൺ ചെയ്യും. അതായത് നിങ്ങൾക്ക് റെക്കോർഡർ കാണാം, അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡർ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാം. ലൈവ് ക്ലാസ് ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് പാരലലി അതേ ചാപ്റ്റേഴ്സ്, കുറച്ച് മുൻപ് നമ്മൾ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, കാരണം അപ്പോഴല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. പാരലലി നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. അതാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിൻ്റെ കോൺസെപ്റ്റ്. മനസ്സിലായി വിചാരിക്കും. ഓക്കെ, അതായത് റെക്കോർഡായിട്ട് എടുക്കുന്ന ക്ലാസ്സുകൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഷോർട്ട് ആക്കി എടുത്തരും. ഇപ്പോൾ റെക്കോർഡർ ആകുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കോൺസെപ്റ്റിലേക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സമയം എടുക്കും. കാരണം അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് റെക്കോർഡ് ക്ലാസ്. അതൊന്നും കൂടി ഷോർട്ടാക്കി എക്സാം ഓറിയൻറ്റഡ് പോയിന്റ് ഓഫ് വ്യൂന്ന് അല്ലേ, എക്സാമിന് എന്തൊക്കെയാണ് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരിക അത് മനസ്സിലാക്കി ആ രീതിയിൽ എടുക്കുന്ന സീരീസാണ് ഫാസ്റ്റ് ട്രാക്ക് സീരീസ്. ഒന്ന് ഫാസ്റ്റായിട്ട് നിങ്ങളെ ട്രാക്കിലേക്ക് ആക്കുക, അത്രേ ഉള്ളൂ. ഇനി ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിന് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം മക്കളെ. ഒന്നാമത് ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇത് ഫ്രീ ആണ്. ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവർക്കും ഇത് ഫ്രീ ആണ്. ₹1 പോലും നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പ്ലസ് ഇതും കൂടി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഫീസിൻ്റെ കാര്യമൊന്നും ഇവിടെ ഇല്ല.
ഷെഡ്യൂൾ ഉണ്ടാകുമ്പോൾ ബാക്ക്ലോഗ് സീരീസിന് അതേ ഷെഡ്യൂൾ ആയിരിക്കും. മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. കൃത്യം 9 മണി മുതൽ 10 വരെയും ക്ലാസ് ഉണ്ടാവും. ലേറ്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിന് വേണ്ടി സമയം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഷെഡ്യൂളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യണം. സൺഡേ മാത്രം അത് രാവിലെ 7 മണിക്ക് ഉണ്ടാവും. ആ രാവിലെ 7 മണിക്കുള്ള ക്ലാസ് ഓപ്ഷനിലാണ്. ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പക്ഷേ മോസ്റ്റ്ലി ഉണ്ടാവുക ക്ലാസ്. സൺഡേ എക്സ്ട്രാ ക്ലാസ്സാണ് രാവിലത്തെ, വൈകുന്നേരം റെഗുലർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സിൻ്റെ ടൈമിംഗ് വെക്കാൻ പോകുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും സാർ എടുക്കുക? മക്കളെ, ഈ ഒരു സീരീസിൽ നമ്മൾ ബയോളജി ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ഫിസിക്സും മാത്സും കെമിസ്ട്രിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി പഠിക്കുന്ന അഗ്നി ബാച്ചിൻ്റെ അടുത്ത് നമ്മളൊരു ഫീഡ്ബാക്ക് ഫോം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഫിസിക്സ് ആണ്, അതിനുശേഷം മാത്സ് ആണ്, പിന്നെ കെമിസ്ട്രിയാണ്. ബയോളജി അത്രയും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ബയോളജി കിട്ടില്ല. അപ്പോൾ സാർ ബയോളജി ഞാൻ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടില്ല എന്നാണോ? അല്ല, ഈ കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ അത് അതിൻ്റെ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് കിട്ടും. ടൈം ടേബിൾ പ്രകാരം അല്ലാണ്ട് നിങ്ങൾക്ക് എന്താണ് ആപ്പിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നുള്ളൂ. അത് റെക്കോർഡഡ് ക്ലാസ് മാത്രമല്ല. അപ്പോൾ സാർ റെക്കോർഡ് ക്ലാസ് മാത്രമേ മറ്റു വെച്ചിട്ടുള്ളൂ? അല്ല, അവർക്ക് ലൈവ് ക്ലാസ് വേറെ ഉണ്ട്. പക്ഷേ അത് എക്സ്ട്രാ ലൈവ് ക്ലാസ് ആണ്. അത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനും റിവിഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതങ്ങനെയല്ല. ഇത് ഫസ്റ്റ് മുതൽ എടുത്തുതരും. ഫസ്റ്റ് മുതൽ. ഓക്കെ, മനസ്സിലല്ലേ? അപ്പോൾ ഫിസിക്സിൽ ഉണ്ടാവും 3 ചാപ്റ്റേഴ്സ് ശ്രദ്ധിച്ചോളും. വർക്ക് എനർജി പവർ എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ മുൻപൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല, കാരണം അതൊക്കെ ബാക്ക്ലോഗിൽ നമ്മൾ ചെയ്താണ്. റൊട്ടേഷൻ ഉണ്ടാവും, ഗ്രാവിറ്റേഷൻ ഉണ്ടാവും, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഉണ്ടാവും, ഫ്ലൂയിഡ്സ് ഉണ്ടാവും, തെർമൽ പ്രോപ്പർട്ടീസ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക. മിക്കവാറും ഇതേ ചാപ്റ്റേഴ്സ് തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു ഓറിയന്റേഷനിലാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചിട്ടാണ് ഈ ചാപ്റ്റേഴ്സ് ചൂസ് ചെയ്ത്. മാത്സിനോട് കൊടുത്തിട്ടുണ്ട്, കെമിസ്ട്രിയോട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഒബ്വിയസ്ലി നിങ്ങൾ എല്ലാ ക്ലാസ്സിനും ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി വർക്ക് എനർജി പവർ അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരിക്കേണ്ട. നിങ്ങൾ റൊട്ടേഷൻ്റെ വന്നിരുന്നോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷന് വന്നിരുന്നോ? നിങ്ങൾക്ക് ആവശ്യപ്രകാരം നിങ്ങൾ വന്നിരുന്നാൽ മതി. പക്ഷേ ഇനി ഒന്നും കൂടിയൊക്കെ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ വർക്ക് എനർജി പവർ എത്ര പേർക്ക് വളരെ കോൺഫിഡൻസോടെ പറയാം, സോറി എനിക്ക് ഫുള്ള് അറിയാം, ഞാൻ ഫുള്ള് ആൻസർ ചെയ്യുന്നു. അപ്പം വന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ ചാപ്റ്റേഴ്സാണ് നമ്മളിതിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഷെഡ്യൂള് ശ്രദ്ധിക്കുക. ഒക്ടോബർ 30 മുതൽ ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നാളെ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയും അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് മക്കളെ, വേഗം തന്നെ അഡ്മിഷൻ എടുത്ത് വെക്കുക. 4000 രൂപയുള്ള ഫീസ്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അതിന് പുറമേ ഇതുണ്ട്. അവസാന എക്സാം ടൈമിൽ റിവിഷന് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പം എടുക്കാത്തവർ ജോയിൻ ചെയ്യുക. എടുത്തവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ, ലൈവ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് റിലേഷൻ മെൻറ്റർ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളത് ജസ്റ്റ് ആക്സസ് ചെയ്താൽ മതി. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഡിസംബർ 5 ആയിരിക്കും നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കാര്യം, സാർ ഇതൊക്കെ എടുക്കാൻ പോകുന്ന ആരായിരിക്കും? അതായത് റെക്കോർഡ് ക്ലാസ് ഈ വർക്ക് എനർജി പവറിൻ്റെ അലക്സാറാണ് എടുത്തത്. അപ്പോൾ അലക്സാർ തന്നെ വീണ്ടും വന്നിട്ട് ലൈവ് എടുക്കും? അങ്ങനെയല്ല ഉണ്ടാവും. കാരണം എൻ്റെ ക്ലാസ് ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡറായിട്ട് കിട്ടുമെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് വീണ്ടും എടുക്കുന്നതിൽ പോയിന്റ് ഇല്ല. കാരണം വീണ്ടും സെയിം ക്ലാസ് ആയിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്. മാത്രമല്ല അത് നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ക്ലാസ് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് ഞാനായിരിക്കും എടുക്കുക. പക്ഷേ എക്സാമിനറിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്, ഓക്കെ, ഏറ്റവും ബെസ്റ്റ് സ്റ്റാർ ടീച്ചേഴ്സ് ഉണ്ട്, അവരെന്നെ എടുക്കുക. അവരെന്നെ എടുക്കാൻ പോകുന്ന കണ്ടന്റും സെയിം കണ്ടന്റ് ആയിരിക്കും. അതായത് അവർ വേറെ തന്നെ ക്ലാസ് ഒന്നും എടുക്കുക. ഏത് ക്ലാസ് ആണോ, ഏത് സ്ലൈഡ്സ് ആണോ ഞാൻ ഉപയോഗിച്ചത്, എന്ത് രീതിയിലാണ് ഞാൻ പറഞ്ഞത്, അതേ രീതിയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഒബ്വിയസ്ലി ഓരോ ആൾക്കാരുടെ പേഴ്സണൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന രീതിയിലേ വരുള്ളൂ. പക്ഷേ ബേസിക്കലി സെയിം കണ്ടന്റ് ആയിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒബ്വിയസ്ലി ഞാൻ തന്നെ ആയിരിക്കും എടുക്കുക. കാരണം എൻ്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേറെ സെറ്റ് റെക്കോർഡറായിട്ട് കിട്ടും. അപ്പോൾ അലക്സാറിൻ്റെ തന്നെ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ വന്നത്, അലക്സാറിൻ്റെ ക്ലാസ് തന്നെ ഉണ്ടല്ലേ ഞാൻ പഠിക്കുള്ളൂ എന്നൊക്കെ വാശി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റെക്കോർഡ് ക്ലാസ് തന്നെ ഫോളോ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പക്ഷേ അതല്ല നിങ്ങൾക്ക് ലൈവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബെസ്റ്റ് ടീച്ചേഴ്സ് നിങ്ങൾ കണ്ടു നോക്കി നോക്കുക. അവരുടെ ക്ലാസ് അടിപൊളിയായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മാത്സിനും അലൻ സാറിൻ്റെ ആയിരിക്കില്ല കൂടുതലും, നിങ്ങൾക്ക് അടിപൊളി ടീച്ചേഴ്സ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതിൽ നിങ്ങൾ ഒരു പക്ഷേ യൂട്യൂബിലൊന്നും തൽക്കാലം കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു അടിപൊളി സാറുണ്ട്. അതുപോലെ തന്നെ മേഘാമിസും ഉണ്ട്. സാറിൻ്റെ പേര് ദീപക് സാർ എന്നാണ്. സോ കുറച്ച് പേർക്കൊക്കെ +2 അറിയായിരിക്കും. അപ്പോൾ സാറും അടിപൊളിയായിട്ട് ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, അതുകൂടാതെ കെമിസ്ട്രിയിൽ അതുല്യ മിസ്സും ബ്രിസ്നി മിസ്സും അടങ്ങുന്ന ടീമായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കെമിസ്ട്രി എടുക്കാൻ പോകുന്നത്. ഫുൾ ലൈവായിട്ടായിരിക്കും ഉണ്ടാവുക രാത്രി 9 മണിക്ക്. അപ്പം ഇതാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പോകുന്ന പുതിയ സമ്മാനം. ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഗ്നി ബാച്ച് സ്റ്റുഡൻസിനും അഗ്നി ബാച്ച് സ്റ്റുഡൻസ് ആവാൻ പോകുന്ന കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മക്കളെ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് ഞങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് റെക്കോർഡ് ക്ലാസ്സിന് ടൈം ടേബിൾ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പറ, നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് ചെയ്ത് ഓക്കെ, വെറുതെ എന്തോ വേണ്ടത് മുട്ടായി വാങ്ങി തരുന്ന പോലെയല്ല, അതൊക്കെ ചെയ്ത് ഈ മൊത്തം പരിപാടിയൊക്കെ ചെയ്ത് അവസാനം നമ്മുടെ എല്ലാവരുടെയും ഗോൾ എന്താണ്, +1 പബ്ലിക് പരീക്ഷ വരുമ്പോഴത്തേക്കും ഫുൾ പഠിച്ച് സെറ്റായി
ആ പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയെടുക്കുക തന്നെയാണ് നമ്മുടെ രണ്ടുപേരുടെയും ഡ്രീം. അത് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഏത് കോസ്റ്റിലും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തെടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരാനും ഞങ്ങൾ റെഡിയാണ് എന്നുള്ള കാര്യം കൂടെ ഞങ്ങൾ കാണിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നാളെ മുതൽ ഇന്ത്യ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക, സീരീസിൽ വന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി ജോയിൻ ചെയ്തവർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജോയിൻ ചെയ്യാത്തവർ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് മക്കളെ, വേഗം തന്നെ ജോയിൻ ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു കൊടുക്കുക. ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിൽ പഠിച്ചു തുടങ്ങാൻ റെഡി ആയവരാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം മക്കളെ. അടിപൊളിയായിട്ട് ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, +1 പബ്ലിക് പരീക്ഷയിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചെടുക്കാം. ബൈ ആൻഡ് ടേക്ക് കെയർ.